ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത് ബേബി ഹഗ്ഗിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റായിട്ടുള്ള ലിക്വിഡ് ലോണ്ട്രി ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും വലിയവരുടെ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിൻ ഇറിറ്റേഷൻ പ്രോബ്ലംസൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടവൽസും കുട്ടികളുടെ ഡ്രസ്സും ന്യൂ ബോൺസിന് വേണ്ടി വാങ്ങിച്ച് അവയ്ക്ക് വേണ്ടി വാങ്ങിച്ച ബൂട്ടീസും ക്യാപ്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ യൂസ് ചെയ്യുന്നത് ബേബി ഹഗ്ഗിൻ്റെ ലിക്വിഡ് ലോണ്ട്രി ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസും അതുപോലത്തെ സ്കിൻ പ്രോബ്ലംസൊക്കെ വരാതിരിക്കാൻ വേണ്ടി നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൈൽഡായിട്ടുള്ള ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ജെൻറ്റിൽ ആൻഡ് ഇഫക്റ്റീവ് ലിക്വിഡ് ലോണ്ട്രി ഡിറ്റർജൻറ്റ്, അതുപോലെ തന്നെ ഫോർമുലേറ്റഡ് എസ്പെഷ്യലി ഫോർ ലിറ്റിൽ വൺസ് ക്ലോത്ത്സ്, ടഫ് ഓൺ സ്റ്റെയിൻസ് ആൻഡ് ജെൻറ്റിൽ ഓൺ ഫാബ്രിക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മീഡിയം സൈസ് ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിൽ 550 ml ആണ് വരുന്നത്. അതുപോലെ തന്നെ മൈൽഡ് ആൻഡ് ജെൻറ്റിൽ ഓൺ ഹാൻഡ്സ്, ഹൈപ്പോ അലർജനിക് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ, നാച്ചുറൽ പ്ലാന്റ് ആക്റ്റീവ്സ്, അതുപോലെ തന്നെ ഫോസ്ഫറസ് ആൻഡ് ഫ്ലൂറസൻ ബ്രൈറ്റ്നസ് ഫ്രീ ആണ്, ടഫ് ഓൺ സ്റ്റെയിൻസ് ആണ്. ഈ ഒരു മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ പാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു നോർമൽ ഒരു ചെറിയ സൈസ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമുക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് വേറെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 550 ml വരുന്ന കോസ്റ്റ് 295 ആണ്. അതുപോലെ തന്നെ അവരതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താണ് വരുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡിറക്ഷൻസ് ടു യൂസും കൊടുത്തിട്ടുണ്ട്. 10 ml ആണ് നമ്മൾ ഒരു ബക്കറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഒരു 1 to 2 hours നമ്മൾ സോക്ക് ചെയ്യണം. ഹാൻഡ് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ഡിറ്റർജൻറ്റ് മെഷീൻ വാഷിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിലാണ് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ക്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 10 ml നോക്കി കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നമുക്കത് ബക്കറ്റിലോട്ട് ഒഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഡെയിലി ഫാഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.